നമസ്കാരം. ഞാനിന്ന് അറിയിക്കാൻ പോകുന്നത് വളരെ വേദനാജനകമായ നമ്മളുടെ ലണ്ടൻ മേയറുടെ പ്രസ്താവനയാണ്. ഒരു മുസ്ലിം മതവിശ്വാസിയായ രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ താനും സുരക്ഷിതനല്ലെന്ന് ലണ്ടൻ മേയർ സാദിഖ് ഖാൻ കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവങ്ങളിൽ താൻ അതീവ ദുഃഖിതനാണെന്നും ഹൃദയഭേദകമായ ഒരു അനുഭവമായിരുന്നു അതെന്നും അദ്ദേഹം പറഞ്ഞു. ലഹള ഇനിയും അവസാനിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ബുധനാഴ്ച പലയിടങ്ങളിലും പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചതും വംശീയ വിദ്വേഷത്തിനെതിരെ കടുത്ത പ്രതിഷേധങ്ങളുമായി ജനം തെരുവിലിറങ്ങിയതും വലതുപക്ഷ തീവ്രവാദികളെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു. പല പ്രതിഷേധങ്ങളും അവർക്ക് റദ്ദാക്കേണ്ടതായി വരികയും ചെയ്തു. ലഹളയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരെ വ്യാഴാഴ്ച അറസ്റ്റ് ചെയ്യുകയും വലതുപക്ഷക്കാരുടെ പദ്ധതികൾ നടപ്പാകാതെ പോയതിന് കാരണമായി. ലഹളയുമായി ബന്ധപ്പെട്ട കേസുകൾ തീർപ്പാക്കാൻ കോടതികൾ ഊർജിതമായി ഇടപെടൽ നടത്തിയതോടെ പല കേസുകളിലും ശിക്ഷ ഉറപ്പാക്കാനായി. എന്നാൽ 3 വർഷത്തിന് തടവ് ശിക്ഷ ലഭിച്ച പലരെയും ശിക്ഷാ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ മോചിപ്പിച്ചേക്കും. ജയിലിലെ തിരക്ക് കുറയ്ക്കുന്നതിനുള്ള ലേബർ പാർട്ടിയുടെ പുതിയ നയത്തിന്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. വലതുപക്ഷ തീവ്രവാദികൾ നടത്തിയ കലാപവുമായി ബന്ധപ്പെട്ട് ഇതുവരെ 700-ലധികം പേരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു. ഇനിയും 100 കണക്കിന് പേരെ അറസ്റ്റിലാകുമെന്നും പോലീസ് പറഞ്ഞു. ആകെ അറസ്റ്റിലായ 742 പേരിൽ 32 പേർ അറസ്റ്റിലായത് ഓൺലൈൻ വഴി വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചതിനും കലാപാഹ്വാനം നടത്തിയതിനും അതിനോടൊപ്പം അക്രമ സംഭവങ്ങൾ, മോഷണങ്ങൾ, കൊള്ള, സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം എന്നിവയ്ക്ക് വ്യത്യസ്ത വ്യക്തികളുടെ പേരിൽ കേസുകൾ ചാർജ് ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതുവരെ 302 കേസുകളാണ് കോടതിയിൽ എത്തിച്ചിട്ടുള്ളത്. കൂടുതൽ കേസുകൾ വരും ദിവസങ്ങളിൽ ചാർജ് ചെയ്യപ്പെടും. നോർത്തേൺ അയർലൻഡിലേത് ഉൾപ്പെടെയാണ് ഈ കണക്കുകൾ. പ്രതികൾ എന്ന് സംശയിക്കുന്നവരെ തിരിച്ചറിയാൻ വ്യത്യസ്ത മാർഗങ്ങളാണ് പോലീസ് സ്വീകരിക്കുന്നത്. ഡ്രോൺ ക്യാമറ ഇമേജുകൾ, ശരീരത്തിൽ ഘടിപ്പിച്ച ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുത്തും. എന്നിങ്ങനെ ഭയപ്പെടുത്തുന്ന ഒരു പ്രതികരണമാണ് നമ്മളുടെ ലണ്ടൻ മേയർ ഇപ്പോൾ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. കാരണം ഒരു മുസ്ലിം വിശ്വാസിയായ ലണ്ടൻ മേയർക്ക് പോലും ഇതാണ് ഇന്ന് ഭയപ്പെടേണ്ട ഒരു സാഹചര്യം എന്ന് പറഞ്ഞു വെക്കുകയാണ് ലണ്ടൻ മേയർ.